ആ കണ്ട് 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 കണ്ട്. വൗ മാഷാഅല്ലാഹ്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു സന്തോഷ വാർത്തയായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഫൈനലി നമ്മുടെ കിണറ്റിൽ വെള്ളം കണ്ടു ഗൈസ്. ഈ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് എനിക്കൊരു സമാധാനമില്ലായിരുന്നു. കാരണം ഒരു 5 days ആയി വെള്ളം കണ്ടിട്ട്, ബട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു താമസം, അപ്ലോഡ് ചെയ്യാനല്ല അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു താമസം, അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയി പോയത് കേട്ടോ. സോ ഗൈസ്, ഈ ഒരു സെയിം ഡേ ഉള്ള കംപ്ലീറ്റ് വിശേഷങ്ങളും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ മാറ്റി സെറ്റായിട്ട് ഇരിക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആളുടെ ഫാമിലിയിൽ ഒരു റിലേറ്റീവ് മരിച്ചിട്ടുണ്ടായിരുന്നേ. രാവിലെ എന്നെയും കൂട്ടി ഒന്ന് പോയതായിരുന്നു. എനിക്ക് പിന്നെ അവിടെ ഒരുപാട് സമയമൊന്നും നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ പോന്നു കേട്ടോ. ഐബുട്ടനൊക്കെ ഇവിടെ ഉറക്കിയിട്ടതിന് പോയിണ്ടത്. പിന്നെ തിരിച്ചു വന്നിട്ട് നമുക്ക് ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതല്ലേ. കിണർ പണിയുടെ ലാസ്റ്റ് ഡേ ആയിരിക്കും ഇന്ന്. എന്തായാലും വെള്ളം കാണുന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ മനസ്സിന് പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി നിങ്ങളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പണിക്കാരെയാണ് നമുക്ക് കിട്ടിയത് എന്നുള്ളത്. സോ ഇന്നിപ്പോൾ ഒരു പോണതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച് രാവിലെ സാൻഡ്വിച്ച് ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു മരണം സംഭവിച്ചത്. അപ്പോൾ നമുക്ക് രാവിലെ അവിടേക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ അതിനൊന്നും ടൈം കിട്ടാത്തതുകൊണ്ട് വേഗം എടുത്തിട്ട് പഴം പുഴുങ്ങി കേട്ടോ. അപ്പോൾ അതാണ് രാവിലെ അവർക്ക് ആക്കി കൊടുത്തത്. പണിക്കാരൊക്കെ എത്തിയിക്കിന് തന്നെ ഓലോ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ ചായയൊക്കെ കൊടുക്കുമ്പോഴേക്ക് ഏകദേശം ഒരു 8-8:30 ആവും. ആ ഒരു ടൈമിൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അപ്പം നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പേര് ഇവിടെ പുറത്തുമുണ്ട്, 2 ആൾക്കാർ കിണറിലുമാണ് ഉള്ളത്. ഐബുട്ടനാണെങ്കിൽ ഒരു കട്ടൻ ചായൻ്റെ ആളാണ്. അത് കണ്ടാൽ പിന്നെ ആൾക്കൊരു സമാധാനം ഉണ്ടാവില്ല കിട്ടായിട്ട്. കുറച്ചൊക്കെ നമ്മൾ മൈൻഡ് ആക്കാതെ വെക്കും, കാരണം അത് അത്ര വലിയ നല്ല സാധനമൊന്നുമല്ലല്ലോ. എനിവേ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 2 പേര് കിണറിലാണുള്ളത്. സോ അവർക്കുള്ള ചായയാണ് ഇപ്പോൾ ഇവർ കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ കവറിലാക്കിയിട്ട് ഒരു കയറിൽ കെട്ടിയിട്ട് താഴോട്ട് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യണത്. ഈ ഒരു സമയത്താണ് വെള്ളം കണ്ടത് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലേനു. ഞാൻ പറഞ്ഞല്ലോ ആൾ മരിച്ചോടത്തൊക്കെ പോയതാണ്. നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ആ കണ്ട് കണ്ട്. അത് തൂക്കപാത്രല്ലേ? ആ കണ്ട് 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 കണ്ടിട്ടോ. ആ കണ്ട്. നിഷു കണ്ടോ? ആ ഈ ഒരു മൊമെൻറ്റിൽ നമുക്കുണ്ടാവുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് കേട്ടോ. എക്സ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡ് കിണർ പണി തുടങ്ങി അന്ന് തൊട്ട് ഈ ഒരു ടൈം വരെ അകത്തേക്ക് പോലും കയറാതെ ഈ വെയിലത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കും. എന്താണ് അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ആൾ ഈ ടൈമിൽ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതൊരു ഇടങ്ങേറുണ്ടായിരുന്നു. എന്നാലും സമാധാനം. നമ്മുടെ കിണറ്റിൽ വെള്ളം കണ്ടല്ലോ, അതൊരു ലക്കാണ് കേട്ടോ. വാട്സാപ്പിലും കമൻറ്റ് ബോക്സിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ ചോദിക്കണ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്തായി കിണർ പണി, വെള്ളം കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും വെയിറ്റിംഗ് ആണ് നമ്മുടെ കാര്യങ്ങൾ അറിയാൻ. കുറച്ച് ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്കയിലുണ്ടല്ലോ, അതും ഒരു സമാധാനമാണ്. ഇന്നേ വരെ ഒരു നോക്ക് കാണാത്തയും അറിയാത്തയും ആൾക്കാരൊക്കെ നമ്മളെ വിവരങ്ങൾ ഇങ്ങനെ തിരക്കണ കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം അത് വാക്കുകൾക്ക് അതീതമാണ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഓൾ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കഞ്ഞി ഉണ്ടാക്കിയില്ല. തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറൊക്കെ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ജാറിലിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജ്യൂസാണ്. ഇന്നിപ്പം മരിച്ചോടത്തേക്ക് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഷുവറായിട്ടും ഇവിടെ വെള്ളം കണ്ടു എന്നുള്ള വിവരം ഞാൻ അവരുടെ അടുത്തൊക്കെ പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഉറപ്പാണ് പോണ വഴിക്കിൽ എല്ലാവരും ഇവിടെ ഒന്ന് കയറിയിട്ടേ പോവുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇനി എല്ലാവരും കൂടെ വരുന്ന നേരത്തെ ഇവിടെ കിടന്നിട്ട് ഇങ്ങോട്ട് വിരകി ആകെ മൊത്തം സീനാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരു വരുമ്പോഴേക്ക് തന്നെ ജ്യൂസൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചത് കേട്ടോ. എനിക്കിങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ എൻ്റെ പണികളൊക്കെ കഴിയാത്ത പോലത്തെ ഒരു ഫീലാണ്. നേരെ മറിച്ച് ഞാൻ ഒറ്റക്കൊള്ളൂന്നുണ്ടെങ്കിൽ അത് നല്ല ഉഷാറായിട്ട് തന്നെ ചെയ്ത് തീർക്കാനും കഴിയും. ആദ്യം തന്നെ ഇവിടെ എത്തിയത് ഐബുട്ടൻ്റെയും നിഷുവിൻ്റെയും ആൻറ്റിയാണ്. അതായത് എൻ്റെ നാത്തൂൻ, ആളുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. പിന്നെ അവിയൽ വന്നു, കാളം വന്നു, പുളിഞ്ചി വന്നു എന്നൊക്കെ പറയും പോലെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. പണി തുടങ്ങിയതിന് ശേഷം എന്നും വരലുണ്ട്. അപ്പോൾ കാണണ്ട ആർക്ക് ദിവസം വരും, എന്നും വരുവന്. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കിണറ്റിലൊന്ന് വെള്ളം കണ്ടു കിട്ടാനായിട്ട് ഇവരും വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. സോ എല്ലാവർക്കും നല്ല സന്തോഷം തന്നെയാണ്. രാവിലെ തൊട്ട് തന്നെ ഇതിൻ്റെ പുറകെ ആയതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നേ. പിന്നെ ഒന്നിച്ചിരുന്നിട്ടാണ് കഴിച്ചത്. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഇന്നിപ്പം തേങ്ങാച്ചോറാണ് സെറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിക്ക് പെയർ ചെയ്യാനുള്ള
ചിക്കൻ കറി അതും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുകയാണ്. ഇതൊക്കെ അങ്ങോട്ട് ആക്കി വെച്ചാൽ തന്നെ നമുക്കൊരു സമാധാനമാണ്. രാവിലെ നീച്ച് വയ്ക്കുന്നതന്നെ എല്ലാവരും മരിച്ചോടത്തേക്ക് പോയതുകൊണ്ട് തന്നെ ചായ ഒന്നും കുടിച്ചിട്ടില്ലേ. പിന്നെ ഓരോരുത്തർ ഇവിടെ എത്തിയതിന് ശേഷമാണ് കഴിക്കലും കുടിക്കലൊക്കെ തുടങ്ങിയത്. എത്രാമത്തെ അപ്പം തിന്നണത്? രാവിലെയും തിന്ന് വീഡിയോ അതിൻ്റെ ഇളച്ചൻ്റെ ചെറുക്കനാണ് കേട്ടോ. ഓൻ പറയാണ് വീഡിയോയിൽ നിൽക്കണ്ട, ഇത് യൂട്യൂബിൽ ഇടാനുള്ളതാണ് എന്നൊക്കെ പറയാണ്. അൽഹംദുലില്ലാ, ഞാൻ വീഡിയോ എടുക്കണേലും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താലും ഇനിയിപ്പോൾ അതിൽ വീഡിയോ ഇട്ടാലും പഠിച്ചവനെത്തിച്ച് എൻ്റെ ഫാമിലിക്ക് ആർക്കും ഒരു വിരോധവും ഇല്ല കേട്ടോ. അതിന് ഒരു വലിയ കിട്ടലാണ്. എൻ്റെ 2 ഫാമിലിക്കായാലും എല്ലാവരും കട്ട സപ്പോർട്ടാണ്. അപ്പോൾ ഇപ്പാനും ഇമ്മാനൊക്കെ നമ്മുടെ വീഡിയോയിൽ കണ്ട് അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് കൊളുത്തി കൊടുക്കുന്ന ടീംസ് ഉണ്ടെങ്കിൽ നോട്ട് ദ പോയിന്റ്. ഇവർക്ക് ആർക്കും ഞാൻ വീഡിയോ എടുക്കണേൽ ഒരു പ്രശ്നമില്ല, ഒരു വിരോധവും ഇല്ല. എൻ്റെ എല്ലാ വീഡിയോസും എൻ്റെ ഫാമിലിയിലത്തെ എല്ലാവരും മുടങ്ങാതെ കാണലുണ്ട് കേട്ടോ. അപ്പോൾ അതും അൽഹംദുലില്ലാ സമാധാനമാണ്. ചുരുക്കി പറഞ്ഞാൽ ആരുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു നെഗറ്റീവ് ഫീൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫുഡൊക്കെ അത് അവിടെ സെറ്റായിട്ടുണ്ട്. തേങ്ങാച്ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. അതൊരു ബിരിയാണി പോട്ടിക്കാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതാവുമ്പോൾ സുഖമാണ്. മറ്റേ കുക്കറിൽ തന്നെ നമ്മൾ തേങ്ങാച്ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങോട്ട് വെന്ത് ആകെ ഒരുമാതിരി കോലത്തിലായി പോകും. ഇതിപ്പോൾ വേറൊരാൾക്ക് കൊടുക്കാനുള്ളതല്ലേ. കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക, ഒരു മട്ടത്തിന് കൊടുക്കുക എന്ന് പറയില്ലേ, ആ ലെവൽക്കാവണം. പപ്പടമില്ലാണ്ട് എന്ത് തേങ്ങാച്ചോറും ചിക്കൻ കറിയില്ലേ. അപ്പം ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട, നമ്മൾ അതും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. സാധാരണ നമ്മൾ കിണറ്റിൽ വെള്ളം കണ്ട അപ്പോൾ അവലും വെള്ളമൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇതിപ്പോൾ അതിനൊന്നും പറ്റൂല. നമ്മളുടെ താഴെ ഭാഗം, അതായത് കിണറിൻ്റെ ഏറ്റവും താഴെ ഭാഗം ഭയങ്കര ഇടിയാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ്. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ ഒട്ടും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ റിങ് ഇറക്കലൊക്കെ മസ്റ്റാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ആ വെള്ളമൊക്കെ ഒന്ന് സെറ്റായിട്ട് മാത്രമേ നമ്മൾ അതിനൊക്കെ ശ്രമിക്കുള്ളൂ. കിണറിലെ വെള്ളം കണ്ടാൽ അവലും വെള്ളം കലക്കണ ആ ഒരു ചടങ്ങ് എല്ലാ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വീഡിയോ കാണുന്നവർ ഏത് നാട്ടിലാണ്, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിവേ, ഞാൻ പറഞ്ഞല്ലോ കിണറിനൊട്ടും ഉറപ്പില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും താത്താൻ പറ്റൂല, അതായത് ആഴത്തിൽ കുഴിച്ചെടുക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യും. ഏകദേശം ഒരു ബാങ്കൊക്കെ ആയപ്പോൾ തന്നെ, ബാങ്ക് കൊടുക്കാനായപ്പോൾ തന്നെ ഓല പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട്. അങ്ങനെ ഓൽക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇമ്മയും ഇസുട്ടനൊന്നും പോയിട്ടില്ലേനു കേട്ടോ. ഓലൊക്കെ വൈകുന്നേരമാണ് പോയത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ അവരൊക്കെ ഉണ്ടായിരുന്നു. ഓൽക്കുള്ളത് ആദ്യം കൊടുത്തതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ ഐബുകുട്ടനെ കൊടുത്തു. ഈ ചങ്ങായിക്ക് കൊടുത്തതിനൊന്ന് ഉഷാറാക്കിയാൽ മാത്രമേ എനിക്ക് മനസ്സമാധാനത്തോട് കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. രാവിലെ ഒരു മീൻ കണ്ണോളം മാത്രമേ വെള്ളം കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ജസ്റ്റ് കുഴിച്ചെടുക്കുമല്ലോ. വൈകുന്നേരം ആയപ്പോഴേക്ക് ആ ഒരു കുഴിയിലിതാ കുറച്ചൊക്കെ വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? കിണറ്റിൽ വെള്ളം കണ്ടു, എന്താ പറയുള്ളൂ? ഹാപ്പി മൊമെൻറ്റോ? അയ്യോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.